ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കമന്റിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് യങ് ആയിട്ടുള്ള നേഴ്സസും അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള നേഴ്സസും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു നേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഇന്ന് മറുപടി പറയുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ലോകത്തിലെമ്പാടുമുള്ള എല്ലാ നേഴ്സസിനും അതുപോലെ തന്നെ എല്ലാ നേഴ്സിംഗ് സ്റ്റുഡൻസിനും അതുപോലെ ഇനിയും നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നേഴ്സിംഗ് ഒരു നല്ലൊരു നോബിൾ പ്രൊഫഷനാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ സീരിയസ്നെസ്സിലെടുത്താൽ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഫഷൻ. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു നേഴ്സ് എന്നോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളതും ഇഫക്റ്റീവ് ആയിട്ടുള്ളതുമായ ഒരു നേഴ്സ് ആകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. എനിക്കിത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇനിയിപ്പോ ഇത് ആരെങ്കിലും പറയുകയാണ് തള്ളലാണെന്ന് പറഞ്ഞാൽ പോലും ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒരു ഛേദവും ഇല്ല, അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ധാരാളമായിട്ട് പറയാം കേട്ടോ. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഴ്സാണ്. അത് ഞാൻ വെരി പ്രൗഡ്ലി ഐ ക്യാൻ സേ. അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ നേഴ്സിങ്ങിന് പോകുന്ന കാലത്ത് ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുച്ഛമായിട്ടുള്ള ഒരു ജോബായിരുന്നു. അന്ന് നേഴ്സിങ്ങിന് പോയവരൊക്കെ ഒന്നുകിൽ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ, കാരണം മുന്നോട്ട് പഠിപ്പിക്കാനൊന്നും വകയില്ല, അങ്ങനെയൊക്കെ നിന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം അല്ലെ കുടുംബത്തെ കരകയറ്റണമെന്നും പറഞ്ഞുകൊണ്ട് പോയ ഒരുപാട് നേഴ്സസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് 1970s കാര്യങ്ങളാണ്. ഇപ്പോഴുള്ളവരൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ കന്യാസ്ത്രീ അമ്മമാരാണ് അല്ലെങ്കിൽ പിന്നെ നേഴ്സസ് ആയിട്ടൊക്കെ നിന്നിരുന്നത്. കാരണം ഈ നൺ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര അർപ്പണാബോധമുണ്ട്. അവരുടെ ലൈഫ് അവര് ആളുകളുടെ സേവനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളാണ് നൺ സിസ്റ്റേഴ്സ് എല്ലാവരും. അപ്പൊ അവരായിരുന്നു പോയി രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെയൊക്കെ കാലത്ത് ഒരു നേഴ്സിനെ കെട്ടാൻ പോലും സാധാരണക്കാർക്ക് ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത് മാറി കേട്ടോ. ഇന്ന് എവിടെ നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ കെട്ടാനായിട്ട് ചെറുപ്പക്കാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിപ്പോയി കേട്ടോ. നേഴ്സിംഗിന് രണ്ടാണ് ഗുണമുള്ളത്. ഒന്ന്, നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുള്ള പണം നമുക്കുണ്ടാക്കാം. രണ്ടാമത്, നമ്മളൊരു സേവനമാണ് ചെയ്യുന്നത്. എല്ലാ മതവിഭാഗങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ അന്യരെ സഹായിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ നേഴ്സിങ്ങിന് അത് ചെയ്യാൻ ധാരാളമായിട്ട് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഇന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ, വളരെ കുറച്ച് പേർക്ക് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നും പുച്ഛമാണ്. അത് നേഴ്സസിന് എഡ്യൂക്കേഷൻ കിട്ടി, നേഴ്സസ് ഡോക്ടേഴ്സിന്റെ ഒപ്പം അത് ഒരുപോലെ ഇരുന്ന് ഒരേ റൂമിലിരുന്നല്ലോ ഒരുപോലെ തന്നെ പേഷ്യൻസിനെ കണ്ട് പേഷ്യൻസിന് മരുന്നെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തെന്ന് പറയുമ്പം അവർക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത കുറച്ച് പേര്, വളരെ കുറച്ച് പേരുണ്ട്. കാരണം ഞാൻ പറയുന്നത് അവരൊക്കെ ഈ കിണറ്റിക്കിടക്കുന്ന തവളകൾ ആണ്. കാരണം അവർക്ക് ആ ലോകം മാത്രമേ അറിയാവുള്ളൂ. നേഴ്സ് എന്ന് പറഞ്ഞത് പണ്ടങ്ങാണ്ട് കേട്ട് ആ ഒരു ഐഡിയയും വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ ഇന്ന് ഇച്ചിരി ലോകപരിചയമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് വെളിനാട്ടിൽ കേട്ടോ. ഞാൻ കേരളത്തിലെ എനിക്ക് അത്ര അറിയത്തില്ല, ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ വെളി രാജ്യങ്ങളിൽ പോയിരിക്കുന്നവർക്കൊക്കെ അറിയാം നേഴ്സസിന്റെ വില എന്താണെന്നും അവർ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ. ഇന്ന് അമേരിക്കയിലെ കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ 27 വർഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടറിയാം അവിടെ ഡോക്ടേഴ്സും നേഴ്സസും എന്നാ നല്ലൊരു ടീം വർക്കാണ് ചെയ്യുന്നത് അറിയാമോ. അവരെല്ലാവരും നോക്കുന്ന പേഷ്യന്റിന്റെ ഔട്ട്കം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉയർത്താമെന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ പിന്നെ നേഴ്സസിനെ കുറ്റം പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറ്റം പറയുന്നവർ പറയട്ടെ കേട്ടോ, കാരണം അവർക്ക് അത്രയ്ക്കുള്ള ജ്ഞാനമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോകത്തിലുള്ള എന്തുമാത്രം വലിയ പണക്കാരാണെങ്കിലും വലിയ ഇട്ടുമൂടാൻ സ്വത്തെന്നൊക്കെ പറയുന്നവരാണെങ്കിലും ഭയങ്കര ഉന്നത പൊസിഷനൊക്കെ കൈവരുത്തുന്നവരാണെങ്കിലും ഒരു നാൾ അവരെല്ലാവരും വയസ്സാകും. ഇപ്പം യങ് ഏജിലൊന്നും അസുഖമൊന്നും വന്നില്ലെന്ന് പറഞ്ഞാൽ ആ വയസ്സാകുമ്പോൾ കണീശമായിട്ടും അസുഖങ്ങൾ വരും. അത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്, അത് വരും. അന്ന് അവർ കണിശമായിട്ടും ഡോക്ടേഴ്സ് ഓഫീസിൽ പോകേണ്ടി വരും. ഇന്നുണ്ട് ഒരു 50 വയസ്സിന് താഴെയുള്ള എത്ര പേർക്കുണ്ട് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ എന്നും പറഞ്ഞുകൊണ്ട് അവര് ഡോക്ടേഴ്സിനെ പോയി കാണുന്നതും. ദൈവകൃപയാൽ അവരൊന്നും ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആകാത്തത് കൊണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് നേഴ്സസിന് എന്തെങ്കിലും പറയാമായിരിക്കും, പോട്ടെ. അല്ലാതെ എല്ലാവരും സിക്കാകുമ്പം ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞെന്നാല് അവിടെ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലും എല്ലാം ചെയ്യുന്നത് നേഴ്സസ് ആണ്.
അമേരിക്ക, UK, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലൊക്കെ നേഴ്സസിന്റെ അസസ്മെന്റ് സ്കിൽസ് കൊണ്ട് തന്നെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് വരുന്നല്ലേ പറയുന്നത്. ആ നേഴ്സിന്റെ അസസ്മെന്റ് അനുസരിച്ചാണ് നമ്മൾ ഡോക്ടേഴ്സിനെ വിളിച്ചു കഴിയുമ്പോൾ അവർ വന്നിട്ട് വേണ്ടത് ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് കറന്റ്ലി ഈ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് പറയുന്ന നേഴ്സസ് അവരാണ് വന്ന് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും അവർ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും ഡോക്ടേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഞാനിത് ജസ്റ്റ് കേട്ടോ, കാരണം എല്ലാവർക്കും ഈ നേഴ്സ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഉണക്ക നേഴ്സാണെന്നുള്ള വിചാരമാണ് അവർക്കെല്ലാം ഉള്ളത്. പക്ഷെ അതല്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു നേഴ്സ് ആകാനായിട്ട് വെരി എഫിഷ്യൻറ്റ് ആയിട്ടുള്ളതും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഴ്സ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വാസ്തവം പറഞ്ഞാൽ നിങ്ങൾ നേഴ്സിങ്ങിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുപോലെ ഒരു എണ്ണത്തോടു കൂടി തന്നെ വേണം, നല്ല പൂർണ്ണ മനസ്സോടുകൂടി വേണം നിങ്ങൾ നേഴ്സാകാൻ പോകാൻ കേട്ടോ. പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ നിർബന്ധത്തിനായിട്ട് ദയവ് ചെയ്ത് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പാവപ്പെട്ട രോഗികൾ, പാവപ്പെട്ട ഇന്നസെൻസ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്തുമാത്രം സ്വത്തുണ്ട്, കാശുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേഴ്സസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളും അവരുടെ അസസ്മെൻറ്റിനും എല്ലാത്തിനും അവർ വിധേയരാണ്, മനസ്സിലായോ? അപ്പോൾ അവർ ഒന്നും അറിയാൻ മേലാത്ത പോലെ അവരെ തന്നെ നമ്മുടെ കയ്യിലോട്ട് വിട്ടു തരികയാണ്. അപ്പം നമ്മൾ അവരുടെ ബിഹാഫിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അഡ്വക്കേറ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു ഉൾവിളി വേണം, അല്ലെ ദൈവവിളി വേണം അങ്ങനെ ഒരു പോകാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരു സെൻസോടുകൂടി തന്നെ വേണം നിങ്ങൾ ജോലിയെടുക്കാനായിട്ട്. അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഷോർട്ട് ടേം ഗോളും ഉണ്ട്, ലോങ് ടേം ഗോളും ഉണ്ട്. ഷോർട്ട് ടേം ഗോൾ വരുമ്പോൾ നമുക്ക് നേഴ്സിംഗ് ഒന്ന് 3 വർഷം അല്ലെ 4 വർഷം ഒന്ന് പഠിച്ച് പാസ്സായി ലൈസൻസ് എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് വേണം എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെ എനിക്ക് ഇച്ചിരി ഒരു വീട് വാങ്ങിക്കുകയോ കാർ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് 2 കാലിലൊന്ന് നിൽക്കാൻ പറ്റുന്നുള്ളത് ഒരിത്. പക്ഷേ ലോങ് ടേം ഗോൾ വന്നിട്ട് എന്തുമായിരിക്കണം എന്നറിയാമോ? ഞാൻ ഈ നേഴ്സിംഗ് പ്രൊഫഷനെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകും, എനിക്കല്ലെങ്കിൽ നല്ലൊരു നേഴ്സിംഗിൽ നല്ലൊരു ലീഡർ ആവണം എന്നുള്ളതായിരിക്കണം ലോങ് ടേം ഗോൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ലോങ് ടേം ഗോളിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒത്തിരി നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ വരും കേട്ടോ. ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റീസ് ഒക്കെ വരും. പക്ഷേ ആ ഗോൾ എപ്പോഴും, ആ ലോങ് ടേം ഗോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ നേഴ്സിങ്ങിന് പോയത് ഭയങ്കര ഒരു ഗോളോടെ എനിക്ക് നേഴ്സിങ്ങിൻ്റെ വലിയ ആളാകണം, എന്നിട്ട് എനിക്കിങ്ങനെ നാഷണൽ കോൺഫറൻസുകളിലൊക്കെ പോയി പ്രസംഗിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞാണ് ഞാൻ ആയത്. പക്ഷേ നേഴ്സിംഗ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എനിക്കൊരു ലവ് അഫെയറിൽ പെട്ടു, പിന്നെ കല്യാണം കഴിച്ചു. അപ്പോഴത്തേന് എൻ്റെ പ്രയോറിറ്റി അങ്ങ് പോയി. നേഴ്സിങ്ങിൻ്റെ അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, ഫാമിലി ലൈഫാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയായി ഭാര്യയായി കൊച്ചായി അങ്ങനെ ജീവിതവുമായിട്ട് അങ്ങനെ ഇച്ചിരി മല്ലടിച്ച് അങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോന്നു. പിന്നെ അതുപോലെ അമേരിക്കയിൽ വന്നു. പക്ഷേ എന്നും എൻ്റെ ആ മനസ്സിൽ ഞാൻ ആദ്യം തീരുമാനിച്ചത് വലിയ ആളാകണം, നാഷണൽ കോൺഫറൻസുകളിലെല്ലാം പോയി പ്രസംഗിക്കണം എന്നുള്ളതെല്ലാം ഭയങ്കര ഒരു ആഗ്രഹം, നേഴ്സിങ്ങിനെ ഒന്ന് വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മോനെ പഠിപ്പിച്ച് അവനൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ പ്രയോറിറ്റി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടി. എനിക്ക് വേറെ ഒന്നും നോക്കണ്ട. അപ്പം ഞാൻ പിന്നെയും വേറെ പഠിക്കാൻ പോയി. പഠിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പറയുകയാണേ, നമ്മൾക്ക് സിൻസിയർ ആയിട്ടാണ് നമുക്കൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്, അതെന്തും ആകട്ടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമുക്ക് തരും. അപ്പം അതനുസരിച്ച് പോകണം. അതുകൊണ്ട് എനിക്ക് അമേരിക്കയിലെ ഒരു 10 സ്റ്റേറ്റുകളിലെങ്കിലും പോയിട്ട് ഞാൻ കോൺഫറൻസസുകൾ നടത്തിയിട്ടുണ്ട്, അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ അവസാനം യൂണിവേഴ്സിറ്റിയിലെ ഒരു ടെന്യൂർഡ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ അതിലൊന്നും കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ആ ആഗ്രഹം നടന്നു. അതിനൊന്നാമതായിട്ട് നമുക്ക് ഗോൾസ് വേണം. ഷോർട്ട് ടേമും ലോങ് ടേം ഗോളും വേണം. അതിന് ഷോർട്ട് ടേം അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ നമ്മുടെ പ്രയോറിറ്റീസ് വരുമ്പോൾ നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് നോക്കണം. കാരണം കല്യാണമൊക്കെ കഴിച്ച് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവും. നമ്മുടെ ഫാമിലിയെ നോക്കണം, നമ്മുടെ മക്കളെ നോക്കണം, അവരെ പഠിപ്പിച്ച്
അവരെ നല്ല നിലയിൽ എത്തിക്കണം, അതിനായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, അതെല്ലാം വരും, അതൊക്കെ ചെയ്യണം. എങ്കിലും നമ്മൾ നേഴ്സിംഗിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഗോള് റീച്ച് ആകണം എന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നേഴ്സിങ്ങിനെ വിട്ടേച്ച് വേറെ കുറെ പ്രയോറിറ്റീസ് വന്നപ്പോൾ പറ്റിയില്ല, നമ്മളൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദിസ് ഈസ് ലൈഫ്, മനസ്സിലായോ? നമ്മുടെ ലൈഫാണത്, അത് സാരമില്ല. ആ കാര്യങ്ങളൊക്കെ പോട്ടെ, എന്നെങ്കിലും എനിക്കാകും. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് നോക്കിയിരുന്നുകൊണ്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ. നേഴ്സിംഗ് ജോബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ പേഷ്യൻ്റ് അഡ്വക്കേറ്റ് ആയിരിക്കണം. ഈ പേഷ്യൻ്റ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, ഈ പേഷ്യൻ്റ് എത്ര റിച്ച് ആണെങ്കിലും എത്ര പവർഫുൾ പേഴ്സൺ ആണെങ്കിലും സിക്കായിട്ട് ആ ബെഡിൽ വന്ന് നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നത്, നമ്മുടെ അസസ്മെന്റ് അനുസരിച്ച് നമ്മൾ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം ചെയ്തു വരുമ്പോഴേ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പേഷ്യന്റ് അഡ്വക്കേറ്റ് ആയിരിക്കണം. അവരുടെ ബിഹാഫിൽ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ജോലിയിൽ നമ്മൾ ലീഡർ ആയിരിക്കണം. നമ്മളൊരു ലീഡർ ആയിരിക്കണം. ചുമ്മാ ലീഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, ഇപ്പൊ നമുക്ക് ഞാൻ MSc എടുത്തതാണ്, അല്ല ഞാൻ PhD എടുത്തതാണ്, ഞാൻ ലീഡറാണ് എന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് ലീഡർ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഫോളോവേഴ്സ് വേണം, നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് ആള് വേണം. നമുക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സ് വരുന്നത്? അത് നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഫോളോവേഴ്സ് വരും. മനസ്സിലായോ? നമ്മൾ ചുമ്മാ ലിപ് സർവീസ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു സ്റ്റാഫ് നേഴ്സിനെ തൊട്ട് തുടങ്ങുക. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും നമുക്കൊരു 5 പേഷ്യന്റിനെ കിട്ടി. ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. മെയിനായിട്ട് അമേരിക്കയിലെ അന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അത് എവിടെ വേണേലും നിങ്ങൾ എവിടെ ജോലി ചെയ്യണമെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളെന്ന് പറഞ്ഞാലും ആ 5 പേഷ്യന്റിന്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഏത് പേഷ്യൻ്റൊക്കെയാണ് ആദ്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കെയർ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ കീഴിലെ കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റേലും കാണും എല്ലാ കെയറും ചെയ്യാൻ. അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. മാനേജ് ചെയ്യുന്നു പറയുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഞാൻ നേഴ്സാണ്, നീ നേഴ്സിംഗ് എയ്ഡാണ്, നീ പോയി എല്ലാം ചെയ്യുന്നു പണ്ടിരിക്കുകയില്ല. അങ്ങനെ ഇരുന്നെന്ന് പറയാൻ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. നേരെ മറിച്ച് ഈ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഭയങ്കര ഹാർഡ് വർക്കാണ് അവർ ചെയ്യുന്നത് നേഴ്സസിനേക്കാളും. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്ന് പേഷ്യന്റിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനൊന്ന് കൂടുകയോ അല്ലെ ഒന്ന് ടേൺ ചെയ്യാൻ കൂടുകയോ ഒക്കെ ചെയ്യുന്ന നേഴ്സുമാരുടെ കൂടെ ഈ നേഴ്സിംഗ് അസിസ്റ്റൻസ് എന്ത് പറഞ്ഞാലും ചെയ്യാനായിട്ട് കൂടെ നിൽക്കും. അപ്പൊ അവര് പറയും, അയ്യോ ഈ നേഴ്സ് ഉണ്ട്, ശരിക്കും എനിക്ക് അതിൻ്റെ കൂടെ ജോലി ചെയ്താൽ മതി, എനിക്ക് ആ നേഴ്സിന്റെ അണ്ടറിൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒരു വാർഡ് മാനേജറാന്ന് പറയുക, ഇപ്പൊ ഒരു മേട്രനായി അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കീഴെ കുറെ നേഴ്സസും കാണും അല്ലേ? നമ്മൾ ആ ലീഡറായിട്ടിരിക്കുമ്പോഴും നമ്മുടെ പ്രയോറിറ്റി വന്നിട്ട് പേഷ്യന്റ് കംഫർട്ടാണ് കേട്ടോ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കണിശമായിട്ട് നമ്മൾ നോക്കി അതനുസരിച്ച് ചെയ്യണം. നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നുകൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല. അപ്പം നമ്മൾ എന്നാണെന്ന് പറയുക, നമ്മുടെ കീഴിലുള്ള ആൾക്കാരെ എല്ലാം നമ്മുടെ ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗ്രംബിൾ ചെയ്യുമായിരിക്കും. നമ്മുടെ കീഴിലുള്ള നേഴ്സസ് ഒക്കെ ഗ്രംബിൾ ചെയ്യുമായിരിക്കും. നമ്മൾ അവരുടെ ഗ്രംബിൾ എന്നാന്ന് വെച്ചെന്നാൽ കേൾക്കണം. അവരോട് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക്, കാരണം നമ്മൾ എപ്പോഴും ഗ്രംബിൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണെന്നുള്ളത് അറിയാം ഇല്ലേ? നിങ്ങളിപ്പോൾ ജൂനിയർ ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് ഒരു സീനിയർ പൊസിഷൻ കിട്ടി, സൂപ്പർവൈസറായിട്ടോ മേട്രനായിട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ശത്രുക്കൾ കാണും. കാരണം സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറുമുറുപ്പുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെന്നുള്ളത്. അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് കാണണം. അവർക്ക് ഇന്ന് കിട്ടി, നാളെ എനിക്ക് കിട്ടുമായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുശുമ്പ് പറയുകയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് കണിശമായിട്ടും ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, വെറുതെ കുശുമ്പ് കുത്തുകയാണെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പിന്നെ ഒരേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇന്റൻഷൻ വന്നിട്ട് പേഷ്യന്റ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. നല്ലൊരു ലീഡറാണ് എന്താ ചെയ്യുന്നറിയാം, ഇവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് എന്താണ് പ്രശ്നം, നമ്മൾ പേഷ്യന്റ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യണം, നമ്മുടെ ഫ്ലോർ ആയിരിക്കണം ബെസ്റ്റ് ഫ്ലോർ ഫോർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവരെ അങ്ങോട്ട് ഒരു
അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചും അവരുടെ വാക്കുകളൊന്ന് കേൾക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ എത്ര ജൂനിയർ ആയിട്ടുള്ള ആളെ ഇപ്പോൾ സീനിയർ പൊസിഷൻ എടുത്തെന്നാലും ഈ സീനിയേഴ്സ് ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, നിങ്ങളുടെ പേഷ്യൻ്റ് ഔട്ട്കം, നിങ്ങളുടെ ഫ്ലോറിലെ പേഷ്യൻ്റ് ഔട്ട്കം അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ, നിങ്ങൾക്കൊരു അവാർഡോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കുമെന്ന് അറിയാമോ. അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഈ മേട്ടണോ അല്ലെ സൂപ്പർവൈസറും മറ്റേ സ്റ്റാഫ് നേഴ്സസും എല്ലാം ആയിട്ട് നല്ലൊരു ഹാർമണിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മളെല്ലാവരുടെയും ഫോക്കസ്, ഇപ്പോൾ സൂപ്പർവൈസർ ആണേലോ മേറ്ററിനാണേലോ സ്റ്റാഫ് നേഴ്സ് ആണേലോ എല്ലാവരും എന്താണെന്നറിയാമോ ആലോചിക്കേണ്ട പേഷ്യൻ്റ് ഔട്ട്കം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ വിട്ടിട്ട് വേറൊരു രാജ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുശുമ്പ് കുത്താനൊന്നും പോകരുത്, ദയവ് ചെയ്ത് കേട്ടോ. നമ്മളെല്ലാവരും ജോലിക്കാണോ, നമ്മുടെ ജോലി പോകാൻ പറ്റത്തില്ല, നമ്മൾക്കൊരു ജോലി വേണം. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷനെ ഉയർത്തി കാണിക്കാനായിട്ട് പേഷ്യൻ്റ് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അതിന് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഴ്സ് ആകേണ്ടത് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഒത്തിരി പേരൊക്കെ പറയും, ജസ്റ്റ് ഒരു BSN എടുത്തു കഴിഞ്ഞാൽ പറയും ഞാൻ ഇനി പഠിക്കാൻ പോകുന്നേയില്ല, എനിക്ക് വേണ്ട, ഞാൻ BSN ആയിട്ട് എനിക്ക് ഒരു പൈസ പോലും ഇൻക്രിമെന്റ് കിട്ടിയില്ല എന്നൊക്കെ പറയും. ഞാൻ വെറുതെ മാസ്റ്റേഴ്സും എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇൻക്രിമെന്റ് കിട്ടത്തില്ല. പൈസയല്ല എപ്പോഴും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ നേഴ്സിംഗ് പ്രൊഫഷനെ വളർത്തണമെന്നൊക്കെ ഉള്ളവർ എന്തെടുക്കുമെന്നറിയാമോ, നമ്മൾക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ പഠിക്കണം കേട്ടോ. നമ്മുടെ വിദ്യാഭ്യാസം കൂടും തോറും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ പേഷ്യൻ്റ് കെയർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്ത് പോകും. ശരിക്കുമാണ് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റാഫ് നേഴ്സിൽ നിന്നും എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ തിങ്കിങ് എല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്കൊരു സക്സസ്ഫുൾ നേഴ്സ് ആകുന്നവരെ, നമുക്കൊരു ഡെഡിക്കേഷൻ വേണം, നേഴ്സിങ്ങിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് വേണം. പിന്നെ പേഷ്യൻ്റ് ആണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് കരുതി പേഷ്യൻ്റ് കെയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ നല്ലൊരു ലീഡർ ആകാനായിട്ട് നോക്കണം. ഒരു സ്റ്റാഫ് നേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ ലീഡറാണ്. നമ്മുടെ കീഴിലെ കുറച്ച് നേഴ്സിംഗ് അസിസ്റ്റൻസേലും കാണും കേട്ടോ. അപ്പം നമ്മളൊരു റോൾ മോഡലായിട്ടിരിക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ട് വേണ്ടി നമുക്ക് നല്ല അസസ്മെൻറ്റ് സ്കിൽസ് വേണം. NCLEX ഒക്കെ പാസ് ആകണമെങ്കിൽ നല്ല പോലെ നമ്മുടെ അസസ്മെൻറ്റ് സ്കിൽസ് എല്ലാം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾക്ക് കിട്ടുന്ന നേഴ്സിംഗ് എഡ്യൂക്കേഷൻ പെർഫെക്റ്റ് ആണ്, നല്ല രീതിയിലാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ എഡ്യൂക്കേഷൻ കിട്ടിയ എങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യാൻ പഠിപ്പിച്ചെന്നെല്ലാം പറഞ്ഞെന്ന അതേ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്താൽ ഭയങ്കര ഈസി ആയിരിക്കും നേഴ്സിംഗ് ലൈഫ്. ഞങ്ങൾക്ക് റാണിപ്പട്ടിലും വെല്ലൂരും ഒക്കെ എന്ന് പറയാൻ ഞങ്ങൾ പഠിച്ച പ്രൊസീജിയർ പോലെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനൊക്കെ കയറി കഴിഞ്ഞപ്പം എനിക്ക് ഓരോ പ്രൊസീജിയറും എനിക്ക് രണ്ടാമതൊന്ന് എങ്ങനെയാണെന്നൊന്ന് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലാതെ വന്നിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എൻ്റെ പ്രൊഫഷനെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കണിശമായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഴ്സാകാൻ സാധിക്കും. എനിക്കത് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കും. ഞാൻ 100% പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. എനിക്ക് സാധിച്ചെങ്കിൽ എനിക്കത് സാധിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.